ഹലോ ഫ്രണ്ട്സ്, ഇന്നാണ് ഷാരോൺ കൊലക്കേസിൻ്റെ വിധി വരുന്നത്. ഗ്രീഷ്മയെ ഇന്ന് എന്ത് ശിക്ഷ കിട്ടുമെന്ന് ഇന്ന് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ ഒരു ഗ്രീഷ്മയുടെ കേസൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു പാവം പയ്യനെ ക്രൂരമായിട്ട് ജ്യൂസിൽ വിഷം കൊടുത്ത് കൊന്ന കേസാണ്. ഇത്ര നാളത്തേന് അതിനിടയിൽ ഒരു ഗ്രീഷ്മ എന്ന് പറഞ്ഞ് ശിക്ഷിക്കപ്പെട്ടിരുന്നു. അതിൽ പിന്നെ ജാമ്യത്തിൽ ഇറങ്ങിയിരുന്നു. ഇപ്പം പിന്നെയും അതിൻ്റെ ആ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നാണ് അതിൻ്റെ അവസാന വിധി വരുന്നത്. ഇതിലുണ്ടെങ്കിൽ അമ്മ ഈ ഒരു കേസിൽ നിന്ന് പുറത്ത് വെളിയിലാക്കിയിരിക്കുകയാണ്. അതിൽ നിന്ന് എന്താ പറയുക, കേസിൽ നിന്ന് ഒഴിവാക്കിയേക്കുവാണ്. ഇപ്പോഴത്തേനുള്ളത് ഈ ഒരു ഗ്രീഷ്മ അതേപോലെ തന്നെ മാമനുമാണുള്ളത്. എൻ്റെ വിധി എന്താണെന്ന് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. വിധി വരുമ്പോഴത്തേന് എത്ര വർഷം ശിക്ഷയാണത്, എന്താണ്, എത്ര ക്രൂരമായിട്ടുള്ള ശിക്ഷയാണ് അവർ ഗ്രീഷ്മയ്ക്ക് കൊടുക്കാൻ പോകുന്നതെന്ന് ഇന്നാണ് അറിയാൻ പോകുന്നത്. ഒന്നും ചെയ്യാത്തൊരു പയ്യനെ ഇത്ര ക്രൂരമായിട്ട് കൊല്ലാൻ, സ്വന്തം താല്പര്യത്തിന് വേണ്ടി കൊല്ലാൻ ശ്രമിച്ച ഒരു പെൺകുട്ടിക്ക് എന്ത് ശിക്ഷ ഈ കോടതി കൊടുക്കും നമുക്കറിയണം. അവസാനം ആ ഒരു പയ്യൻ മരിക്കുന്നവരെ ആ ഒരു പെൺകുട്ടി തന്നെ ചതിച്ചെന്ന് ഒരിക്കലും അവൻ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ അവസാന മരണസമയങ്ങളിൽ അവൻ തിരിച്ചറിഞ്ഞു ആ ഒരു താൻ സ്നേഹിച്ച പെൺകുട്ടി തന്നെ ചതിച്ചു എന്ന കാര്യം. ഇതറിഞ്ഞതും തൻ്റെ അച്ഛനോട് നടന്ന കാര്യങ്ങളെല്ലാം ഓരോന്നായിട്ട് പറഞ്ഞു തന്നെ ചതിച്ചത്, അല്ലെങ്കിൽ തന്നെ കൊല്ലാൻ ശ്രമിച്ചത് താൻ സ്നേഹിച്ച പെൺകുട്ടിയാണെന്ന്. ഇതിൽ മെയിൻ ഈ ഒരു കേസ് ഇത്രയും നല്ല രീതിയിൽ പോകുന്നതിന് ബാക്കിയുള്ളവർ പോലീസിൻ്റെ കാര്യമൊക്കെ പറയാം, അവരാണ് തെളിവുകൾ എടുത്തതെന്നുള്ളൊരു കാര്യം. പക്ഷേ ഈ ഒരു കേസിൽ ഏറ്റവും മെയിനായിട്ട് സപ്പോർട്ടായിട്ടിരുന്നതെന്ന് പറയുന്നത് ഷാരോണിൻ്റെ സഹോദരനാണ്, ഷിൻമോനാണ്. അദ്ദേഹം ഒരു ആയുർവേദത്തിലെ ഡോക്ടറാണ്. അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വ്യക്തിയെ, ഈ ഒരു ഗ്രീഷ്മയാണ് ഇതെല്ലാം ചെയ്തിരുന്നു തെളിവുകളോടെ എന്ത് ചെയ്തു പോലീസിനെ അറിയിച്ചത്. ആ ഒരു വ്യക്തി കാരണമാണ് എന്ത് ചെയ്യുന്നത് ഇപ്പം ഷാരോൺ വധക്കേസ് എന്ത് ചെയ്യുന്നത് വെളിയിൽ വരാൻ പോകുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ആ ഒരു സഹോദരൻ ഏതൊരു പോലീസിനേക്കാൾ കൂടുതലും ജോലി ചെയ്തിട്ടുണ്ട് തൻ്റെ സഹോദരൻ്റെ കൊലപാതകം എന്ത് ചെയ്യും ശിക്ഷിക്കാൻ വേണ്ടി. ഇന്നത്തോടെ അതിനുള്ള വിധി വരികയാണ്. അവരുടെ കുടുംബത്തിനും ആ ഒരു സഹോദരൻ ചെയ്ത ആ ഒരു അധ്വാനത്തിനും തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ എന്ത് ചെയ്യും ഈ ഒരു ഷാരോണിൻ്റെ കൊലക്കേസിന് ഗ്രീഷ്മയ്ക്ക് കിട്ടുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അത് നമുക്കും പ്രതീക്ഷിക്കാം. എന്തായാലും ആ ഒരു വിധി വരുമ്പോഴേ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്, എത്രമാത്രം ശിക്ഷ കിട്ടും ആ ഒരു ഗ്രീഷ്മയ്ക്ക്, നിങ്ങൾ എന്ത് വിചാരിക്കുന്നു എന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ ബൈ.